ഹുദവി പണ്ഡിതന്മാരുടെ സാന്നിധ്യം, വലിയ വലിയ ഞങ്ങളെ ആലിമീങ്ങളുടെ സാന്നിധ്യം, SKSSFന്റെ ചടുലമായ പ്രവർത്തനം കാരണമായി അൽഹംദുലില്ലാഹ് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായി. അല്ലാഹു തആല സമസ്തക്ക് ഇസ്സത്ത് പ്രദാനം ചെയ്യട്ടെ. സമസ്തക്ക് വേണ്ടി ഖിദ്മത്ത് ചെയ്യാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഇൻഷാ അല്ലാഹ് നൂറാണ്ടോടടുക്കുന്ന ഒരേ ഒരു സംഘടന അത് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമ മാത്രം. നിങ്ങൾ ലോകത്തിന്റെ ചരിത്രം ഒന്ന് വായിച്ചോ, നിങ്ങൾ ഹിസ്റ്ററി ഒന്ന് എടുത്തോക്ക്. 100 ആണ്ട് തികയ്ക്കുന്ന ഒരു സംഘടന അള്ളാന്റെ ഭൂമിയില് ഇന്ന് നിലവിലുണ്ടെങ്കിൽ അത് ബഹുമാനപ്പെട്ട സമസ്തയാണ്. സ്വാദ്വീകരായ പിന്നെ നിസ്വാർത്ഥരായ കാലം കണ്ട മഹോന്നതരായ ആരിഫീങ്ങള്, ആലിമീങ്ങള്, അല്ലാഹുവിന്റെ ഔലിയാക്കള് ഏതുവരെ അറിയുമോ? ജീവിതത്തിൽ ഒരു കറാഹത്ത് പോലും ചെയ്യാത്ത മഹാന്മാരാണെന്ന് കാലം സാക്ഷി എഴുതിയിട്ടുള്ള മഹാന്മാരാണ്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് നേതൃത്വം നൽകിയതാണ്. അത് രൂപീകരിച്ചതും അവർ തന്നെയാണ്. അതിന് നേതൃത്വം കൊടുത്തതും അവർ തന്നെയാണ്. ഇന്നും അതിന് നേതൃത്വം കൊടുക്കുന്നവർ മഹാന്മാരാണ്, അല്ലാഹുവിന്റെ ഔലിയാക്കളാണ്. ആരെന്തു പറഞ്ഞാലും ആ പറയുന്നത് കേട്ടിട്ട് ഞാനും നിങ്ങളും വഞ്ചനയിൽപ്പെട്ടു പോകരുത്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ വർത്തമാനകാല അജയ്യനായ നേതൃത്വം, അതിന്റെ അജയ്യമായ നേതൃത്വം ആലിമായ, ആബിദായ, മുഫ്തിയായ, ഫഖീഹായ, സയ്യിദായ, യമനിയായ മഹാനരായ സയ്യിദുൽ ഉലമാ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങള്, അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കട്ടെ. അൽഹംദുലില്ലാഹ് അവരുടെയൊക്കെ കീഴിലായി 10-11,000-ൽ പരം വരുന്ന മദ്രസ ലോകത്തിന്റെ മുക്കുമൂലകളിൽ, കേരളക്കരയിൽ മാത്രമല്ല, കർണാടകയിൽ മാത്രമല്ല, ഇന്ത്യയിൽ മാത്രമല്ല, ഇവിടെ UAE മാത്രമല്ല, ശ്രീലങ്കയിൽ മാത്രമല്ല, സിംഗപ്പൂർ, മലേഷ്യ, അങ്ങകലെ ലണ്ടനിൽ വരെ സമസ്ത കേരള വിദ്യാഭ്യാസ ബോർഡിന്റെ മദ്രസ പ്രവർത്തിക്കുന്നുണ്ട്. അൽഹംദുലില്ലാഹ്.